നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്ന റീഡിങ്സ് ഡിവൈൻ ഗൈഡൻസ് ആണ്. ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയറിനെ ആണെങ്കിലും ഫിനാൻസിനെ സംബന്ധിച്ചാണെങ്കിലും റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ എവിടേക്കാണ് വരാൻ പോകുന്നതെന്നും എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നും നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ എനർജിയും കണക്റ്റ് ചെയ്താണ് നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ റെസനേറ്റ് ആവാൻ വേണ്ടി ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കണക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവുകയുള്ളൂ, നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻസ് ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസുകൾ, നിങ്ങളുടെ ഇമോഷണൽ പ്രശ്നങ്ങളെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്യുക. വീണ്ടും വീണ്ടും എന്താ റൈറ്റ് ഹീലിംഗ് എന്ന് ചോദിക്കുന്നതിന് എനിക്കിനി ഒന്നും മറുപടി പറയാനില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതുക, കത്തിച്ച് കളയുക. നിങ്ങളെ മാനസികപരമായിട്ട് വിഷമിപ്പിക്കുന്ന കാര്യം എന്താണോ, നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ, അത് വ്യക്തികളെ സംബന്ധിച്ചായിക്കോട്ടെ, നിങ്ങൾക്ക് ചീറ്റിംഗ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റാതെ മെൻ്റൽ സ്ട്രഗിളിങ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് എഴുതി കത്തിച്ച് കളയുക. പോസിറ്റീവായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അഫർമേഷൻസ് രൂപത്തിൽ എഴുതി നിങ്ങൾ സൂക്ഷിക്കുക കേട്ടോ. അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ, ഇത്ര രൂപയുടെ ഒരു മാസം ഏൺ ചെയ്യണമെന്ന്, അതുപോലെ തന്നെ ഇന്ന ബന്ധങ്ങൾ എനിക്ക് ഇന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിലെന്ന്, അതുപോലെ കരിയർ പാതയിൽ നിങ്ങൾ ഒരേ പൊസിഷനൊക്കെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ചില കരിയറിന് ആഗ്രഹിക്കുന്നുണ്ട്, ബിസിനസ്സിലൊക്കെ സക്സസ് ആവാൻ, ബിസിനസ്സിലൊക്കെ ഒരു ദിവസം നമുക്ക് ഇത്ര രൂപ വെച്ച് ഏൺ ചെയ്യാൻ പറ്റണം, ഇങ്ങനെയൊക്കെയുള്ള ചില ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുമല്ലോ. അതിനെയെല്ലാം നമ്മൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. നമുക്ക് വേണ്ട ആഗ്രഹങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾക്ക് ലഭിച്ചു എന്ന രീതിയിൽ, നമ്മളിപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിൽ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളെ ഹീൽ ചെയ്ത് കളയുക. അതായത് നമ്മൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടൊരു നല്ല പേഴ്സണാലിറ്റിയിലേക്ക്, അതായത് നമ്മുടെ തലയ്ക്കകത്തിരിക്കുന്ന ഒരു ഭാരത്തെ ഇറക്കി വെക്കുന്നതാണ് റൈറ്റിംഗ് ഹീലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റോറി പോലെ നിങ്ങൾ നേരിടുന്ന പ്രശ്നം, നമ്മളിപ്പോൾ ഒരാളുടെ അടുത്തൊരു കൗൺസിലിങ്ങിന് ചെന്നിരിക്കുമ്പം അവരോട് നമ്മുടെ ആ ഒരു ഓർമ്മ വെച്ച കാലം മുതൽക്കുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മളൊന്ന് ഹീലാവാൻ ശ്രമിക്കുന്നില്ലേ, ആ ഒരു കാര്യമാണ് നിങ്ങളോട് പേപ്പറിൽ എഴുതി കത്തിച്ച് കളയാൻ പറയുന്നത്. നമ്മുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ റൈറ്റ് ഹീലിംഗ്, അല്ലെങ്കിൽ മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എന്ന് പറയും. മനസ്സിനെ നല്ല രീതിയിൽ ശുദ്ധീകരിക്കുക, മനസ്സിലുള്ള നെഗറ്റീവ് കാര്യങ്ങളെയെല്ലാം പുറന്തള്ളുന്നതാണ് ആ ഒരു എനർജി. ആ ഒരു കാര്യം എഴുതി നിങ്ങൾ കത്തിച്ച് കളയുക, അപ്പം തന്നെ കത്തിച്ച് കളയുക. അപ്പോൾ ചിലർ പറയുകയാണ് ഞങ്ങൾക്ക് കത്തിക്കാൻ സ്ഥലമില്ല, രാത്രി എഴുതുന്ന എന്തൊക്കെയാണ്. നമുക്കുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ചെറിയ കടലാസ് ഒന്ന് കത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളൊന്നും എഴുതണ്ട ദയവ് ചെയ്ത്. നമുക്ക് പറ്റുന്നില്ല, ഈ പറഞ്ഞ് കുറേ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. വീണ്ടും വീണ്ടും നമ്മളെ ഇങ്ങനെ കളിയാക്കുന്നതായിരിക്കാം അല്ലേ. ഇനി അങ്ങനെ അങ്ങ് ചിന്തിക്കാം. എന്താണേലും കുഴപ്പമില്ല, ഹാപ്പിയാണ് എനിക്ക്. നിങ്ങളത് ചെയ്ത് കത്തിച്ച് കളയുക. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. എന്നും നമ്മുടെ ജീവിതത്തിൽ അന്നുണ്ടായ ചില സന്തോഷകരമാകുന്ന കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡായിട്ടൊന്ന് എഴുതുക. താങ്ക്സ് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടോ. പിന്നെ വജ്രഘോഷം, വരാഹി മന്ത്രം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറും, ശത്രുദോഷങ്ങൾ മാറും. നിങ്ങളൊരു കാര്യം സമർപ്പിച്ച് വെച്ച് 308 തവണ മന്ത്രം പറയുകയോ എഴുതുകയോ, ഒരു ജപമാല മേടിച്ച് മന്ത്രം പറയുകയോ എഴുതുകയോ ചെയ്താൽ, എഴുതുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആണ് കേട്ടോ. എഴുതി കഴിഞ്ഞാൽ ആ ബുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദേവീക്ഷേത്രത്തിൻ്റെ നടയ്ക്ക് കൊണ്ട് വെച്ചാൽ മതി ആ ബുക്ക്. അതോടെ അതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഏത് മന്ത്രങ്ങളാണെങ്കിലും നമ്മൾ എഴുതുന്നത് ആ ഒരു എനർജിയെ ബേസ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് എത്തിച്ചാൽ മാത്രം മതി. വീട്ടിൽ സൂക്ഷിച്ച് വെക്കണമെന്നോ അല്ലെങ്കിൽ വേസ്റ്റിലൊന്നും എടുത്ത് കളയുകയോ ഒന്നും ചെയ്യേണ്ട. ഈ അഫർമേഷൻസ് എഴുതുന്നതിനെ കുറിച്ചുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. നിങ്ങളത് എഴുതാദ്യം. അതുപോലെ നമ്മളുടെ ഈ ഒരു 2026 എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വർഷം നമ്മൾ ഒരിക്കലും കളയരുത്. ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് എന്തൊക്കെ നേടാൻ പറ്റുമോ അത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്ന് എഴുതി വെക്കുക. ഏതെങ്കിലുമൊക്കെ പ്രപഞ്ചമായിട്ട് കൊണ്ടുതരും. കാരണം ആർക്കും വലിയ അധ്വാനിക്കാൻ താല്പര്യമുള്ളവരായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരേ ദിവസം ചെല്ലുന്നവരും. കാരണം ഒരു ലൈക്കിനും ഒരു
കമൻറ്റിനോ പോലും കണക്റ്റ് അതുപോലും പറ്റില്ലാത്തവരെ സംബന്ധിച്ച് ഒന്നും തന്നെ ചെയ്യാൻ താല്പര്യമില്ല. കാരണം ആകാശത്തുനിന്ന് ഇങ്ങനെ മഴ പെയ്യും പോലെ വീണ് കിട്ടിയാൽ അത് പറക്കിയെടുക്കാൻ പോലും പറ്റില്ലാത്തവരും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കാലമാണ്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ ശ്രമിച്ചാൽ മാത്രമാണ് നമ്മൾ സ്ട്രഗിളിങ് ചെയ്യുക, ബുദ്ധിപൂർവ്വം സ്ട്രഗിളിങ് ചെയ്യണം. കുറേ കഠിനാധ്വാനം ചെയ്തെന്നോർത്ത് നമുക്കൊന്നും നേടാൻ പറ്റില്ല. അതിനോടൊപ്പം നമ്മളുടെ ആ ഒരു ബുദ്ധിയും കൂടി പ്രവർത്തിക്കണം. അതായത് ഇച്ചിരി കുശാഗ്ര ബുദ്ധിയൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ മണി അഫർമേഷൻസ് ചൊല്ലുക, മണിയുടെ ആ ഒരു ബ്ലോക്കേജ് മാറ്റിയെടുക്കാനായിട്ടും. നമുക്കിവിടെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ചില പുതിയ തുടക്കങ്ങൾക്കുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ പുതിയ ചില കാര്യങ്ങൾക്ക് കാലെടുത്തു വെക്കുന്ന സിറ്റുവേഷൻസ്, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന സിറ്റുവേഷൻസ്, ഒരു പ്രണയാഭ്യർത്ഥനയാണെങ്കിലുമൊക്കെ നിങ്ങൾക്കൊന്ന് നടത്താനുള്ളൊരു വിൽ പവർ എനർജിയൊക്കെ തോന്നിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ ചില ഗുഡ് ന്യൂസുകളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി കണക്റ്റഡ് ആവാൻ പോകുന്നുണ്ട് കേട്ടോ. അതായത് പുതിയ ചില കാര്യങ്ങൾ വല്ല ബിസിനസ് സംബന്ധമായിട്ടോ കരിയർ പാതയിലോ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന നാളത്തേക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഫലം ചെയ്യും. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സക്സസ് കിട്ടുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചുവടെ എടുത്തു വെക്കാൻ പോകുന്നുണ്ട്. നിങ്ങളതിന് തയ്യാറായി നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുമുണ്ട്. നിങ്ങളുടെ ഒരു പാഷനാണ്, നിങ്ങളുടെ ഒരു ആഗ്രഹമാണ് അവിടെ സക്സസ്സിലേക്ക് വരാൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വിജയത്തിൻ്റെ സമയമായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലൊരു പാഷൻ എനർജിയിൽ ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നത് അത് നിങ്ങൾക്ക് ഓക്കെയാണ് കേട്ടോ. നിങ്ങൾക്കൊരു പുതിയ ഒരു തുടക്കമാണ്. എനിക്ക് തോന്നുന്നു ഒരിച്ചിരി പേരും പ്രശസ്തിയൊക്കെ ലഭിക്കാൻ പോകുന്ന ഒരു ശുക്രൻ്റെ ഒരു എനർജി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ചില ആളുകളുടെ സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. മാറ്റങ്ങളുടെ ഒരു എനർജിയാണ് കേട്ടോ. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹമൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന, ദേവി അനുഗ്രഹമൊക്കെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് ഇതിനകത്ത് നിങ്ങൾ എന്ത് കാര്യത്തിനാണെങ്കിലും എടുത്തു വയ്ക്കുന്ന കാര്യങ്ങൾ, എന്ത് കാര്യമാണോ നിങ്ങൾ മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കുന്നത് അതിൽ സക്സസ് ആണ്. ഒരു മഹാലക്ഷ്മി അനുഗ്രഹമൊക്കെ, അതായത് ധനപരമാകുന്ന കാര്യങ്ങളിലൊക്കെ നല്ല ഒരു മാറ്റം, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ പല ഇടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികമൊക്കെ വന്നു ചേർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം നടത്താൻ പറ്റുമെന്നും അതുപോലെ തന്നെ നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് സക്സസ് ആണെന്നുമാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ചില കാര്യങ്ങളൊക്കെ, പുതിയ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ സാമ്പത്തികപരമാകുന്ന ലോസ് വന്നിട്ടുള്ളവർ, നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഫിനാൻസ് കൊടുത്തിട്ട് നിങ്ങൾ ചീറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇംബാലൻസിങ് എനർജിയിൽ നിന്നും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നുണ്ട് കേട്ടോ, ഒരു നീതി ലഭിക്കുന്നുണ്ട് കേട്ടോ. അതായത് സാമ്പത്തികപരമായിട്ട് നിങ്ങളെ ആരെങ്കിലും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിൽക്കുന്നത്, എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് അവിടെ ഒരു ജസ്റ്റിസ് എനർജിയുടെ പ്രസൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു സൺറൈസിങ് വരുന്നുണ്ട് കേട്ടോ. ചിലരെ സംബന്ധിച്ച് പുതിയ ചില പ്രണയങ്ങൾ, പുതിയ ചില ബന്ധങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ട ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്ന ഒരു പൂർവ്വജന്മ ബന്ധമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ചില വ്യക്തികളുടെ പ്രസൻസ്, ചില സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ടൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. കുറച്ച് ആളുകളുടെയൊക്കെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു സമയം ചേഞ്ച് ആകുന്ന, ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടമായിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിന്ന ചില നെഗറ്റീവ് ശക്തികൾ പുറത്ത് പിന്മാറുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് നിന്ന, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ബ്ലോക്കേജ് വരുത്തിയിരുന്ന അവരുടെയൊക്കെ ഒരു പ്രസൻസ് കൊണ്ട് എപ്പോഴും നിങ്ങൾക്കൊരു താഴ്ചയിലേക്ക് പോകേണ്ടി വന്ന ചില നെഗറ്റീവ് ശക്തികളുടെയൊക്കെ ഒരു പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അവസാനിച്ചു പോകുന്നുണ്ട്. നിങ്ങളൊരു പ്രൊട്ടക്റ്റഡ് എനർജിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. കുറേ ആളുകളുടെ എനർജി നോക്കുമ്പം നിങ്ങൾ കുറച്ചൊന്ന് പ്രൊട്ടക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സെൽഫ് ലവിലേക്കൊക്കെ നിങ്ങൾ മാറുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ മറ്റെല്ലാവർക്കും വേണ്ടിയിട്ട് കൂടുതൽ കെയറിങ് ചെയ്ത് മറ്റുള്ളവരെ ഫോക്കസ് ചെയ്തൊക്കെ നിന്നുകൊണ്ടിരുന്നവരാണെങ്കിൽ, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തും പുഷ് ചെയ്തൊക്കെ നിന്നവരാണെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ ഒന്ന് തിരിഞ്ഞ് നിങ്ങളിലൊന്ന് ഫോക്കസ് ചെയ്യാനും നിങ്ങളെ ഒന്ന് സ്നേഹിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കുമൊക്കെ കുറേ ആളുകൾ വരുന്നുണ്ട്. കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളോട് നെഗറ്റീവായിട്ട് നിന്ന ചില നെഗറ്റീവ് വ്യക്തികളുടെ പ്രസൻസ് അവസാനിച്ച് നിങ്ങളവിടെ വളരെ റിലാക്സ് ആവുന്നൊരു സിറ്റുവേഷൻസും കാണുന്നുണ്ട്. ദ മൂൺ
എനർജിയുടെ പ്രസൻസ് ആണ് കാണുന്നത്. ഒരു ഇംബാലൻസിങ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ, മൾട്ടിപ്പിൾ പ്രയോറിറ്റി ആയിട്ട് ലൈഫിൽ എനിക്ക് തോന്നുന്നു എന്തോ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഭയപ്പെടുന്ന വ്യക്തികൾ. ഫ്യൂച്ചർ പ്ലാനിങ് ആയിരിക്കാം. ആൻസൈറ്റി എനർജിയാണ് അവിടെ സ്ട്രോങ് ആയിട്ട് കാണുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പേടി ഉള്ളിലുണ്ട്. അതായത് ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ ഉള്ളവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു എനർജിയാണ്. കാരണം ഈ മാർച്ച് മാസത്തിൻ്റെ എനർജി ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അതിൽ കണക്റ്റഡ് ആണ് കേട്ടോ. ഒരു ഉൾഭയത്തിൻ്റെ ഒരു സമയം, നിങ്ങൾക്ക് പോലും അറിയാതെ നിങ്ങൾ എന്തോ ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് മൂണിൻ്റെ ഒരു നെഗറ്റീവ് പ്രസൻസ് ആണ് കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ ഒരു നിരാശ നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ചേർത്ത് പിടിച്ച ചില വ്യക്തികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പുറത്തു പോകുന്നതായിട്ട്, നിങ്ങളെ വിട്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു വിരക്തി, അതുപോലെ തന്നെ ഒരു നിരാശ, ഈ ഒരു സിറ്റുവേഷൻസിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യം കുറച്ച് ആളുകളിൽ വരുന്നുണ്ട്. ഒരു ഇംബാലൻസിങ് എനർജി കേട്ടോ. തീർച്ചയായിട്ടും മൂൺ എനർജിയുടെ പ്രോബ്ലംസ് ആണ്. ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിലാണ് മൂണിൻ്റെ എനർജി നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഹിന്ദു വിശ്വാസ പ്രകാരമൊക്കെ പറയുകയാണെങ്കിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ പോവുകയും വഴിപാടുകൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, അഫർമേഷൻസ് എഴുതുക. എവിടെയാണോ നിങ്ങൾക്ക് നിരാശ വന്നിരിക്കുന്നത്, ആ സിറ്റുവേഷൻസ് എങ്ങനെ ആവണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ സിറ്റുവേഷൻസിലേക്കായി എന്ന് തന്നെ ചിന്തിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അഫർമേഷൻസ് എഴുതുക കേട്ടോ. അതുപോലെ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത ചില വ്യക്തികളോട് ഇന്നത്തെ ദിവസം നിങ്ങൾ നല്ല വ്യക്തമായിട്ട് മറുപടി കൊടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ലോസ് വരുത്തിയ, ഒരു പക്ഷേ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി ഹോൾഡ് ചെയ്ത ചില വ്യക്തികളുമായിട്ടൊരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രണ്ടാം തിരിച്ചുവരവായിട്ടാണ് നമുക്ക് ആ ഒരു എനർജിയെ കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു വേദനയിൽ അല്ലെങ്കിൽ ആ ഒരു ചീറ്റിംഗ് എനർജിയിൽ സ്തംഭനാവസ്ഥയിൽ നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളിൽ കുറച്ച് ആളുകൾ വ്യക്തമായിട്ട് അതിന് മറുപടി കൊടുക്കുന്നു. ഒരു കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ സക്സസ് ആവുകയും ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രണ്ടാം വരവ് പോലത്തെ ഒരു എനർജിയിലേക്ക് നിങ്ങളെ മാറ്റുന്നുണ്ട്. ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ഒരു മുന്നോട്ടേക്ക്, ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഒരു സക്സസ് എനർജി വരുന്നുണ്ട്. മാത്രവുമല്ല അത് മറ്റുള്ളവരോട് നിങ്ങളെ തെറ്റിദ്ധരിച്ചൊരു കാര്യമാണെങ്കിൽ എല്ലാവരുടെയും ഇടയിൽ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് എനർജിയും വരാൻ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റുള്ള ആളുകളും നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നവരും നിങ്ങളിൽ നിന്നും മാറി നിന്നൊരു സാഹചര്യം, നിങ്ങൾ വളരെയധികം നിരാശപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു കൺട്രോൾ ആൻഡ് വിൽ പവർ എനർജിയിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നു. നിങ്ങളുടെ സത്യം മറ നീക്കി പുറത്തു വന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അതുപോലെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിരിക്കുന്നത് പാസ്റ്റിൽ നിന്നും ചില ബന്ധങ്ങൾ, പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആവാം. അതല്ലെങ്കിൽ നമ്മളിപ്പം മുകളിൽ കണ്ടതുപോലെ പാസ്റ്റിൽ നിന്നുള്ള ചില ബന്ധങ്ങൾ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില വ്യക്തികളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ കാണേണ്ടി വരുന്നുണ്ട്. അതായത് കുറേ കാലങ്ങളായിട്ട് നിങ്ങളിൽ നിന്നും മാറി നിന്നിരുന്ന, നിങ്ങൾക്ക് യാതൊരു ഇൻഫർമേഷൻസും ഇല്ലാതെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തികളെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ ചിന്തിച്ചിരുന്നു. നിങ്ങളിൽ നിന്നും വിട്ടുപോയിരുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന, ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ തേടി പോകുന്നതുമാവാം കേട്ടോ. നിങ്ങളുടെ യാത്രയ്ക്കിടയിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നതുമാവാം. നിങ്ങളിൽ നിന്നും മാറി നിന്നിരുന്ന ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൊക്കെ ഒരു നേതൃപാഠവം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ എനർജിയിൽ, ഫ്രണ്ട്സിനോടൊപ്പമൊക്കെ ഉള്ള വ്യക്തി, കൂടുതൽ കണക്റ്റ് ചെയ്ത് പോകുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു നേതൃപാഠവം, നിങ്ങൾക്കൊരു റെസ്പെക്റ്റ്, ഒരു ഇമോഷണൽ ബാലൻസ്, അതുപോലെ തന്നെ ഒരു കൺട്രോളിങ്, ഇമോഷൻസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ എനർജിയിലേക്ക് മാറുന്നുണ്ട്. നിങ്ങളൊരു എന്താ പറയുക, ഒരു ചേഞ്ചിങ് ടൈമാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് നല്ലൊരു ചേഞ്ചിങ് വരുന്നതായിട്ടും നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ തന്നെ റെസ്പെക്റ്റോടു കൂടി കീപ്പ് ചെയ്യുന്നൊരു സിറ്റുവേഷൻസൊക്കെയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എനർജികളിൽ, നിങ്ങളുടെ ഇമോഷണൽ ബന്ധങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ലഭിക്കുന്നത്. അതായത് അവിടെയൊക്കെ നിങ്ങളൊരു ഒരു ലീഡർഷിപ്പ് എനർജിയിൽ, ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു മാറ്റമൊക്കെ വരുന്നത്. നിങ്ങളുടെ വാക്കുകൾക്കും നിങ്ങളുടെ പ്രവൃത്തികൾക്കും നിങ്ങളെടുക്കുന്ന ആക്ഷൻസിനൊക്കെ ഒരു വാല്യൂ ലഭിക്കുന്ന സിറ്റുവേഷൻസിലേക്ക് കുറച്ച് ആളുകൾ മാറുന്നുണ്ട്. കാരണം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തിയുടെ സ്ഥാനം നിങ്ങൾക്കിടെ ആ ഒരു ബന്ധങ്ങളെ ബേസ് ചെയ്ത് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ചേഞ്ചിങ് ആണ് കേട്ടോ. ഒരു പുതിയൊരു പാത ഓപ്പൺ ആയിട്ട്
ആയിട്ടിരിക്കുന്ന പോലെ കുറച്ചൊക്കെ നിങ്ങളൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ഇമോഷണൽ പ്രോബ്ലംസുകൾ, പെട്ടെന്ന് ചിലപ്പോൾ വയലൻ്റ് ആവുക, പെട്ടെന്ന് കരയുക, അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറിൽ നിന്ന് മാറി നിങ്ങളൊരു സ്ട്രോങ് മൈൻഡ് സെറ്റ്, ഇമോഷണൽ ബാലൻസ് ഉള്ള, ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു ഇമോഷണൽ ഈഗോയൊക്കെ ഉള്ള പേഴ്സണായിട്ട് മാറുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ട്രാവലിംഗ് എനർജി വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി പുതിയ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബർഡനൊക്കെ ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമില്ലാത്ത ചില റെസ്പോൺസിബിലിറ്റിയൊക്കെ ഏറ്റെടുത്തിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അതെല്ലാം ഒന്ന് അവസാനിപ്പിക്കുന്നുണ്ട്. അതായത് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ്. മരിച്ച് ജനിച്ച ഒരവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും നാളും ആവശ്യമില്ലാതെ ചുമന്ന ചില ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് നിങ്ങൾ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകുന്നു. ഏകദേശം ഒരു സെൽഫ് ലവിലേക്കൊക്കെ നിങ്ങൾ മാറുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ മിസ്റ്റേക്കുകൾ, എവിടേക്കാണ് തെറ്റുപറ്റിയത്, എങ്ങനെയാണ് മുന്നോട്ടേക്കിന് പോകേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവൊക്കെ നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങൾ സ്വീകരിക്കേണ്ട ഏത് വ്യക്തികളെയാണ്, ബന്ധങ്ങളെയാണ്, ഉപേക്ഷിക്കേണ്ടത് ഏതൊക്കെ സിറ്റുവേഷൻസിനെയാണ്, ബന്ധങ്ങളെയാണ്, ഇതെല്ലാം നിങ്ങൾക്കൊരു ക്ലാരിറ്റിയോടുകൂടി കാണാനും കേൾക്കാനും സാധിക്കുന്ന എനർജിയാണ് വരുന്നത്. അതുപോലെ ഒരു ജസ്റ്റിസ് വരുന്നുണ്ട് കേട്ടോ. ട്രാവലിംഗ് എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഫോക്കസ് ചെയ്തിരുന്ന കാര്യമാണ്, അത് നിങ്ങളിലേക്ക് വരാതെ ഒരു സ്തംഭന അവസ്ഥയിലൊക്കെയാണ് നിന്നതെങ്കിൽ അവിടെ ഒരു ജസ്റ്റിസിൻ്റെ പ്രാധാന്യം, അതായത് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. കുറച്ച് ആളുകളിലൊക്കെ ഒരു സ്ട്രെങ്ത് എനർജിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു സ്ട്രോങ് ആയിട്ട്, അതായത് ഒരു സറണ്ടർ ചെയ്ത് നിന്ന് നിങ്ങളെക്കൊണ്ട് പറ്റില്ല, എനിക്ക് സാധിക്കില്ല എന്നുള്ളൊരു സാറ്റിസ്ഫൈഡ് അല്ലാണ്ട്, ഒന്നിനോടും ഒരു സംതൃപ്തി ഇല്ലാണ്ടൊക്കെ നിന്ന വ്യക്തികളുടെ എനർജിയിൽ അതൊക്കെ മാറി കാര്യങ്ങളെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ വരുന്നുണ്ട്. ചില ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പെയിൻഫുള്ള് തന്നിരുന്ന, അതായത് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തിരുന്ന, നിങ്ങൾക്കൊരു ഫെയിലിയറായിട്ട് ഫീൽ ചെയ്ത ഒരു റോങ് സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് കടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു സ്റ്റാർ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളിൽ ഒരു മാറ്റത്തിൻ്റെ സമയമാണ്, സക്സസിൻ്റെ സമയമാണ്. ഇന്നത്തെ ദിവസമാണെങ്കിൽ ഇനി മുന്നോട്ടേക്കാണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റാർ എനർജിയെ പോലെ ശോഭിക്കാൻ പറ്റും. നിങ്ങളുടെ പേഴ്സണാലിറ്റി ചേഞ്ചിങ് വരുത്തിയാൽ, നിങ്ങളിൽ നല്ലൊരു മാറ്റം ക്രിയേറ്റ് ചെയ്താൽ കേട്ടോ. റീകൺസിഡർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റീകൺസിഡർ വന്നിരിക്കുന്ന ബ്ലോക്കിംഗ് എനർജിയിലാണ് കേട്ടോ. പുനർവിചിന്തനം ചെയ്യേണ്ട സമയമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ബന്ധങ്ങളിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു ബൗണ്ടറിയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പുനർവിചിന്തനത്തിൻ്റെ ആവശ്യമുണ്ട്. ചില ബന്ധങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾ എടുത്തിരിക്കുന്ന ആക്ഷൻ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കുക എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. അതുപോലെ നോ വന്നിട്ടുണ്ട് കേട്ടോ. പ്രതിസന്ധികളെ തരണം ചെയ്യാതെ വെയിറ്റിംഗ് ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. നിങ്ങൾക്ക് മുന്നിൽ എന്ത് പ്രതിസന്ധിയാണ് ഉള്ളതെങ്കിലും അതിനെ ഒന്ന് തരണം ചെയ്ത് കടന്നു പോകുക എന്നാണ് കാണുന്നത്. ഫോർഗീവ്നെസ് വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത ചില ബന്ധങ്ങളോട് ക്ഷമിക്കണം കേട്ടോ. നിങ്ങളെ ഓവർ കൺട്രോളിങ് ചെയ്ത് നിങ്ങളെ മിസ്യൂസ് ചെയ്തിരുന്ന, അതായത് നിങ്ങളെ വെച്ച് കളിച്ച ചില വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളെ മിസ്യൂസ് ചെയ്ത ചില ബന്ധങ്ങളോട് നിങ്ങളൊന്ന് ഫോർഗീവ്നെസ് ചെയ്യുക, അതായത് ക്ഷമിച്ച് കളയുക എന്ന് കാണിക്കുന്നുണ്ട്. ബി അസേർട്ടീവ് എന്ന് പറയുന്നുണ്ട്. ഉറച്ചു നിൽക്കുക കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾ ഉറച്ചു നിൽക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് അസാധ്യം എന്നുള്ള ഒരു തോന്നൽ വരാതെ സാധ്യം എന്നുള്ള ഒരു എനർജിയിലേക്ക് മാറി നിങ്ങൾ അവിടെ ഒന്ന് ഉറച്ചു നിൽക്കുക കേട്ടോ.